Hello dear students, welcome to my maths class. Okay, ഇന്ന് നമ്മൾ LPP പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഫോർമുലേഷൻ ഓഫ് LPP പ്രോബ്ലത്തിൻ്റെ സെക്ഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് LPP പ്രോബ്ലം തന്നാൽ അതിനെ എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണം, അതിൻ്റെ ഫോർമുല നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ആണ്, a company manufactures two products A and B, on which the profits earned per unit are ₹30 and ₹40 respectively. Each product is processed on two machines, M1 and M2. One unit of product A require 1 hour of processing time on M1 and 2 hours on M2, while one unit of product B requires 1 hour each on M1 and M2. Machines M1 and M2 are available at most 10 hours and 12 hours respectively during working day. The company wants to know how many units of products A and B should be produced to maximize the profit. Formulate a LPP problem. Formulate an LPP problem. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കമ്പനി രണ്ട് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റ് എയും പ്രോഡക്റ്റ് ബിയും. പ്രോഡക്റ്റ് എയിൽ നിന്നും പ്രോഡക്റ്റ് എയുടെ ഒരു യൂണിറ്റിൽ നിന്നും ₹30, പ്രോഡക്റ്റ് ബിയുടെ ഒരു യൂണിറ്റിൽ നിന്നും ₹40 പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് രണ്ട് മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്, M1 M2. അപ്പോൾ പ്രോഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് M1 എന്ന് പറയുന്ന മെഷീൻ 1 ഹവറും M2 എന്ന് പറയുന്ന മെഷീൻ 2 ഹവേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൊഡക്റ്റ് എയുടെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടോ, മെഷീൻ M1 1 ഹവറും മെഷീൻ M2 2 ഹവേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ബിയുടെ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മെഷീൻ M1ഉം മെഷീൻ M2ഉം 1 ഹവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ രണ്ട് മെഷീൻസിൻ്റെയും അവൈലബിൾ അവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അറ്റ്മോസ്റ്റ് 10 ഹവേഴ്സും 12 ഹവേഴ്സുമാണ് ഈ രണ്ട് മെഷീൻസിൻ്റെയും അവൈലബിൾ അവേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വി വോണ്ട് ടു ഫൈൻഡ്, ദ കമ്പനി വോണ്ട്സ് ടു നോ ഹൗ മെനി യൂണിറ്റ്സ് ഓഫ് പ്രോഡക്ട്സ് A and B should be produced to maximize the profit. ആ കമ്പനിയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് എയുടെയും പ്രോഡക്റ്റ് ബിയുടെയും എത്ര യൂണിറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യണം, ഇതാണ് കണ്ടുവയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ യൂസ് ചെയ്യുന്ന മെഷീൻസ് M1ഉം M2ഉമാണ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എയും ബിയും ആണ്. അതിൻ്റെ നോക്കാം നമുക്ക്. അപ്പോൾ പ്രോഡക്റ്റ് എയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് M1 എന്ന മെഷീൻ യൂസ് ചെയ്യുന്നത് 1 ഹവറും M2 എന്ന് പറയുന്ന മെഷീൻ യൂസ് ചെയ്യുന്നത് 2 ഹവേഴ്സുമാണ്. അതോടെ പ്രോഡക്റ്റ് ബിയുടെ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് M1ൻ്റെ പ്രോസസ്സിംഗ് ടൈം 1 ഹവർ, M2ൻ്റെ പ്രോസസ്സിംഗ് ടൈം 1 ഹവർ. ഓക്കെ, ഇനി ഇതിൻ്റെ ഓരോ മെഷീൻസിൻ്റെയും അവൈലബിൾ അവേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഡ്യൂറിങ് ദ വർക്കിംഗ് ഡേയ്സിൽ. മെഷീൻ 1ൻ്റെ അവൈലബിൾ അവേഴ്സ് 10 ഹവേഴ്സും മെഷീൻ M2ൻ്റെ അവൈലബിൾ അവേഴ്സ് 12 ഹവേഴ്സുമാണ്. ഇനി ഈ പ്രോഡക്ട്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രോഡക്റ്റ് എയുടെ ഒരു യൂണിറ്റിൽ നിന്നും ₹30 പ്രോഫിറ്റും പ്രോഡക്റ്റ് ബിയുടെ ഒരു യൂണിറ്റിൽ നിന്ന് ₹40 പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടൻറ്റ്. ഞാനത് ടേബിളിലോട്ട് മാറ്റി നിങ്ങൾക്ക് എളുപ്പമാകും ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഫോർമുലേറ്റ് ചെയ്യാൻ പോവാണ്. ഡിസിഷൻ വേരിയബിൾസ് ആണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് ഏതാണ്? ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിസിഷൻ വേരിയബിൾസ് എക്സും വൈ ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുകയാണ്. എക്സും വൈ എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് എത്ര യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എ ആൻഡ് ബി പ്രൊഡ്യൂസ് ചെയ്യണം, ഇതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഡക്റ്റ് എയുടെ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, പ്രോഡക്റ്റ് ബിയുടെ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ്, ഞാനിപ്പോൾ ഡിസിഷൻ വേരിയബിൾസ് എഴുതാണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എ, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്തു. അതുപോലെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ബി എന്ന് പറയുന്നത് ഞാൻ വൈ യൂണിറ്റ്സ്. ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ വൈ യൂണിറ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ എക്സ് യൂണിറ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസിഷൻ വേരിയബിൾസ് എനിക്ക് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുക.
ഇവിടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനില്ല. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെ വന്നു? മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു സം എ എക്സ് പ്ലസ് ബി വൈ. അപ്പോൾ ഇവിടെ എന്ത് വരണം? എക്സും വൈയും നമ്മൾ എടുത്തു, എക്സും വൈയും എടുത്തു. ഇനി പ്രോഫിറ്റ് എങ്ങനെ വരുന്നത്? എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു യൂണിറ്റിൽ നിന്നും 30 rupees പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇവിടെ എക്സ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വരുന്നത്? 30 × x പ്ലസ് ഇനി ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ വൈ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു യൂണിറ്റിൽ നിന്നും 40 rupees പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്തത് 40y കണ്ടോ. ഇതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി തേർഡ് എന്താ വേണ്ടത്? കൺസ്ട്രെയിൻസ് ഫോം ചെയ്യുക. കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഈ ലീനിയർ ഇനീക്വാളിറ്റീസൊക്കെ ഇവിടുന്ന് ഡയറക്റ്റായിട്ടുണ്ട്. എന്ന് പറയുന്ന പ്രൊഡക്റ്റ് M1 എന്ന് പറയുന്ന മെഷീൻ യൂസ് ചെയ്യുന്നത് 1 hour-ഉം ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് M1 എന്ന് പറയുന്ന മെഷീൻ യൂസ് ചെയ്യുന്നത് 1 hour-ആണ്. അതിൻ്റെ മാക്സിമം അവൈലബിൾ അവർ എന്ന് പറയുന്നത് 10 hours ആണ്. സോ അപ്പോൾ എങ്ങനെ ഫോം ചെയ്യാം? 1 × x 1x പ്ലസ് 1 × y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഓക്കെ, ഇതാണ് ഒരു കൺസ്ട്രെയിൻറ്റ്. ഇനി അടുത്ത കൺസ്ട്രെയിൻറ്റ് എങ്ങനെ വരും? മെഷീൻ പ്രൊഡക്റ്റ് എയും ബിയും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മെഷീൻ M2 യൂസ് ചെയ്യുന്ന അവേഴ്സ് നോക്കുക. അപ്പോൾ 2 × x 2x പ്ലസ് 1 × y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇതാണ് അടുത്ത വരുന്ന കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് ഇവിടുത്തെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? അതായത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മെഷീൻ M1 1 hour യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് എക്സ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ അപ്പോൾ ഇങ്ങനെ വന്നു x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആൻഡ് 2x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആൻഡ് ദ ഫൈനൽ and the last constraint is non-negative constraints. In the x should be greater than or equal to 0, y should be greater than or equal to 0. എത്ര വേരിയബിൾസ് ഉണ്ടോ, ഡിസിഷൻ വേരിയബിൾസ് എത്ര എണ്ണം ഉണ്ടോ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യുടെ പോസിറ്റീവ് കൺസ്ട്രെയിൻസ് ആയിട്ട് എഴുതി വെക്കുക. സോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫോമുലേഷൻ ഓഫ് LPP പ്രോബ്ലത്തിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇതിന് ഞാനിതിനൊന്ന് കറക്റ്റായിട്ട് എഴുതുകയാണ്. പ്രോബ്ലം ഇങ്ങനെയായിരിക്കും വരുന്നത് എഴുതുന്നത് കണ്ടോ. ഇവിടെ നിന്ന് എഴുതി പോവുക. പ്രോബ്ലം ഫൈനൽ നമ്മൾ എഴുതി വെക്കേണ്ടത് ഈ ഒരു വിധത്തിലാണ്. ഫൈനൽ z ഈക്വൽ ടു 30x + 40y subject to the constraints ആ കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ്? x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, 2x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12, x greater than or equal to 0 and y greater than or equal to 0. ഇതാണ് ഫോർമുലേഷൻ ഓഫ് LPP പ്രോബ്ലം. ദിസ് LPP പ്രോബ്ലം ക്ലിയർ? കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? Question number example 2. Consider the following problem. A manufacturer produced tables and chairs. Okay, a manufacturer produced tables and chairs. It takes 3 hours of work on machine A and 1 hour of work on machine B to produce one table and 2 hours of work on machine A and 3 hours on machine B to produce one chair. He earns a profit of ₹50 per table and ₹40 per chair. He operates a machine A and B for at most 12 hours and 11 hours respectively. How many tables and chairs should he produce each day to maximize his profit? Write the objective function and also write the constraints. ഓക്കെ, ഒരു മാനുഫാക്ചറർ 2 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ടേബിൾസും ചെയേഴ്സും. ഓക്കെ, അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 2 മെഷീൻസും അയാൾ യൂസ് ചെയ്യുന്നുണ്ട്, മെഷീൻ എയും മെഷീൻ ബിയും. ഇനി ഒരു ടേബിളിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു ടേബിളിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെഷീൻ എ 3 hours-ഉം മെഷീൻ ബി 1 hour-ഉം അയാൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ചെയറിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെഷീൻ എ 2 hours-ഉം മെഷീൻ ബി 3 hours-ഉം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ മെഷീൻ എയുടെയും മെഷീൻ ബിയുടെയും അവൈലബിൾ അവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. മെഷീൻ എ അറ്റ്മോസ്റ്റ് 12 hours
അവൈലബിൾ ആണ്. അതുപോലെ മെഷീൻ ബി അറ്റ്മോസ്റ്റ് 11 hours അവൈലബിൾ ആണ്. സോ അത് അവൈലബിൾ അവേഴ്സ് ഓഫ് 2 മെഷീൻസ്. അതുപോലെ ഇനി പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്ന അടുത്തത്, ഒരു ടേബിളിൽ നിന്നും 50 rupees അയാൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ചെയറിൽ നിന്ന് 40 rupees പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. എനിക്ക് ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി ടേബിൾസ് ആൻഡ് ചെയേഴ്സ് ഷുഡ് ഈ പ്രൊഡ്യൂസ് ഈച്ച് ഡേ ടു മാക്സിമൈസ് ഹിസ് പ്രോഫിറ്റ്. അയാളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് അയാൾ ഒരു ദിവസം എത്ര ടേബിൾസും എത്ര ചെയേഴ്സും പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. സോ അപ്പോൾ ഇവിടെ നമ്മൾ 2 മെഷീൻസ് വെച്ചിട്ടാണ് ചെയേഴ്സും ടേബിൾസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെയറിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെഷീൻ എ 2 hours, മാറിപ്പോട്ടെ, മെഷീൻ എ 2 hours, മെഷീൻ ബി 3 hours ആണ് യൂസ് ചെയ്യുന്നത് ഒരു ചെയറിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ടേബിളിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെഷീൻ എ 3 hours, മെഷീൻ ബി 1 hour ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ അവൈലബിൾ അവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. മെഷീൻ എ അറ്റ്മോസ്റ്റ് 12 hours യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മെഷീൻ ബി അറ്റ്മോസ്റ്റ് 11 hours. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഉണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം 11 hours ആണ് മെഷീൻ ബിയുടെ അവൈലബിൾ അവേഴ്സ്. മെഷീൻ എയുടെ അവൈലബിൾ അവേഴ്സ് മാക്സിമം 12 hours ആണ്. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നോക്കാം. പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അല്ല, സോറി, ഒരു ചെയറിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 40 rupees, ഒരു ടേബിളിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 50 rupees ആണെങ്കിൽ ഹൗ മെനി ടേബിൾസ് ആൻഡ് ചെയേഴ്സ് ഷുഡ് ഹി പ്രൊഡ്യൂസ് ഈച്ച് ഡേ ടു മാക്സിമൈസ് ഹിസ് പ്രോഫിറ്റ്. അയാളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് അയാൾ ഒരു ദിവസം എത്ര ടേബിൾസും എത്ര ചെയേഴ്സും പ്രൊഡ്യൂസ് ചെയ്യണം. സോ അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ ഡിസിഷൻ വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. നമ്പർ ഓഫ് ചെയേഴ്സ് ഞാനിവിടെ y ആയിട്ടെടുത്തു. അതുപോലെ നമ്പർ ഓഫ് ടേബിൾസ് എക്സ് ആയിട്ടും ചൂസ് ചെയ്തു. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, അടുത്ത എന്താ ഫോം ചെയ്യേണ്ടത്? ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് ഫോം ചെയ്യണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനാണ്. സോ അപ്പോൾ മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു പ്രോഫിറ്റ് എങ്ങനെയാണ് വരുന്നത്? ഒരു നിന്ന് 50 rupees പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ഒരു ചെയറിൽ നിന്ന് 40 rupees കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഒരു ടേബിളിൻ്റെ പ്രൈസ് 50x plus 40y. This is the objective function and its constraints. പിന്നെ നമുക്കിതിൻ്റെ കൺസ്ട്രെയിൻസ് ഫോം ചെയ്യണം നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട്. സോ അപ്പോൾ കൺസ്ട്രെയിൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഇവിടെ ഡയറക്റ്റായിട്ട് ടേബിളിൽ നമുക്ക് കിട്ടും. ടേബിൾസിൻ്റെ കൗണ്ട്, നമ്പർ ഓഫ് ടേബിൾസ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, അപ്പോൾ അതിന് മുകളിൽ എക്സ് കൊടുക്കാം. നമ്പർ ഓഫ് ചെയേഴ്സ് വൈ ആയിട്ടാണ് ചൂസ് ചെയ്തത്. ഇവിടെ ഡയറക്റ്റായിട്ട് ഓരോന്നുമുണ്ട്. അതായത് നമ്പർ ഓഫ് ചെയേഴ്സും നമ്പർ ഓഫ് ടേബിൾസും മെഷീൻ എ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട അവേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മാക്സിമം അവൈലബിൾ അവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് റോയിൽ നമ്പർ ഓഫ് ടേബിൾസ് ആൻഡ് നമ്പർ ഓഫ് ചെയേഴ്സിനെ മെഷീൻ ബി വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്ന അവേഴ്സും അതിൻ്റെ മാക്സിമം അവൈലബിൾ അവേഴ്സുമാണ് സെക്കൻഡ് റോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. സോ ദ കൺസ്ട്രെയിൻസ് ആർ 2 into y അല്ലേ, ദാറ്റ് ഈസ് 2y പ്ലസ് 3x. മാക്സിമം ആണ്, അറ്റ്മോസ്റ്റ് ആണ്, അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആൻഡ് 3y plus 1 into x less than or equal to 11, and finally the non-negative constraints x greater than or equal to 0 and y greater than or equal to 0. So ഇതാണ് ഇതിൻ്റെ ഫോർമുലേഷൻ ഓഫ് LPP. നമുക്ക് ഇതിനൊന്ന് കറക്റ്റായിട്ട് എഴുതാം. maximize z equal to 50x plus 40y subject to the constraints ഇനിയുള്ള പ്രോബ്ലത്തിൽ അതിന് ഞാൻ STC എന്ന് കൊടുക്കത്തുള്ളൂ കേട്ടോ. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്, STC. ഓക്കെ, കൺസ്ട്രെയിൻസ് എഴുതാം. ഞാൻ ആദ്യം എക്സ് വേരിയബിൾ എഴുതാം കേട്ടോ. അപ്പോൾ 3x plus 2y less than or equal to 12 and x plus 3y less than or equal to 11, and finally x greater than or equal to 0, y greater than or equal to 0. This is the formulation of an LPP problem for this question. Okay, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്? സോ
സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ 2 LPP പ്രോബ്ലമാണ് ഇൻക്ലൂഡ് ചെയ്തത്. അതിൻ്റെ ഫോമുലേഷനാണ് നമ്മളിവിടെ ചെയ്ത് കണ്ടത്. എല്ലാവർക്കും അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളൂ കേട്ടോ. സോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.